Hello everyone, welcome to our new class. So here we are dealing with Unit 9, People, Development and Environment. So I'll share the screen here. I've prepared a short, like 2-3 slides covering our chapter. So first, we will start with Development and Environment. അപ്പോൾ നമ്മുടെ 9th യൂണിറ്റ് ആണ് പേപ്പർ 1-ലെ ടോട്ടൽ 10 യൂണിറ്റ്സിലെ 9th യൂണിറ്റ് ആണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇറ്റ്സ് എ ഷോർട്ട് ക്ലാസ്, അറൌണ്ട് 10-15 മിനിറ്റ്സ് ഉള്ള ക്ലാസ് ആണ്. സോ ഹിയർ ഐ ബി കവറിംഗ് ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്തൊക്കെയാണ്, മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഏതൊക്കെയാണ്. സോ സം ഓഫ് യു മൈറ്റ് നോ ദാറ്റ് വി ആർ ഹാവിംഗ് 8 മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. അപ്പോ ഈ 8 മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഏതൊക്കെയാണ്, അതിന്റെ ടാർഗറ്റ്സ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകും. സോ ആൻഡ് സം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടു. സോ ഫസ്റ്റ് ഐ വിൽ സേ വാട്ട് ഈസ് ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. അല്ലെ, ഡെവലപ്മെന്റ് എന്നുള്ള വാക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്നുള്ള വാക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുമ്പോൾ അത് എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഐ വിൽ റീഡ് എ short definition. Okay. Environmental development refers to the process of creating and implementing strategies, policies, and practices that promote sustainable and environmentally friendly development. Okay. സോ ഞാൻ ആദ്യം പറഞ്ഞു, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, അല്ലെ, ഒരു അപ്ഗ്രഡേഷൻ, നിലനിന്ന് പോകുന്ന കാര്യങ്ങളിൽ നിന്നും ചില ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു ഡെവലപ്മെന്റ് ഹാപ്പൻ ചെയ്യുന്നത്, ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ്. ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പരിസ്ഥിതി. സോ ഈ ഡെവലപ്മെന്റും എൻവയോൺമെന്റും ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു കൈൻഡ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാകും. ഇറ്റ്സ് എ ന്യൂ ടേം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ. സോ ബിഫോർ ദാറ്റ്, സോ എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെ, പുതിയ സ്ട്രാറ്റജീസിലൂടെ അല്ലെങ്കിൽ പോളിസീസിലൂടെ അല്ലെങ്കിൽ പ്രാക്ടീസസിലൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുക. അത് എന്തിനെ എന്താണ് പറയുക, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇറ്റ് ഷുഡ് നോട്ട് ഡിപ്പെൻഡ്, ആക്ച്വലി ഇറ്റ് ഷുഡ് റിസൾട്ട് ഇൻ എ പോസിറ്റീവ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ഡെവലപ്മെന്റ്, ഓൾസോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ. അപ്പൊ ഐ റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. നമുക്ക് രണ്ട് വാക്കുണ്ട്, ദാറ്റ് ഇസ് ഡെവലപ്മെന്റ്, എൻവയോൺമെന്റ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രസന്റ് കറന്റ് സിറ്റുവേഷനിൽ നിന്നും കുറച്ചൊരു അപ്ഗ്രഡേഷൻ സംഭവിക്കുമ്പോഴാണ് അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാകുക. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് ഡെവലപ്മെന്റ്, പക്ഷെ ഹിയർ വി ടാർഗറ്റ് ഓൺ പോസിറ്റീവ് ഡെവലപ്മെന്റ്സ് only. Then environment. What is environment? In Malayalam, environment is പരിസ്ഥിതി, അല്ലെ, the surroundings we live. Environment includes living and non-living things. So ഈ എൻവയോൺമെന്റും ഡെവലപ്മെന്റും കൂടി വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാകണം, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ്. ആൻഡ് അനദർ ഇസ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ഡെവലപ്മെന്റ്, അല്ലെ, പരിസ്ഥിതിക്ക് അവർക്ക് ലൈക് പരിസ്ഥിതിക്ക് സൗഹാർദ്ദപരമായ ഒരു ഡെവലപ്മെന്റ് ആണ് അവിടെ സംഭവിക്കേണ്ടത്. Only then a sustainable development will happen. So you will have a question, what is sustainable development? Sustainable development is നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ജനറേഷൻ എന്താ പറയാ, എൻവയോൺമെന്റിലുള്ള റിസോഴ്സസ് യൂസ് ചെയ്ത് ജീവിക്കും. ആൻഡ് അതിന്റെ ഒരു കുറച്ചു ഭാഗം നമ്മൾ നെക്സ്റ്റ് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി പ്രിസർവും ചെയ്യണം. അപ്പോഴാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അവിടെ ഹാപ്പൻ ആകും. So what is sustainable development? Environment development which is closely linked to the concept of sustainable development, which aims to meet the needs of present generation without compromising the ability of future generations to meet their own needs. Got it? അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ സിമ്പിൾ വേർഡ്സ്, നമ്മുടെ പ്രസന്റ് ജനറേഷൻ, നമ്മുടെ കറന്റ് ജനറേഷൻ ആവശ്യത്തിന് റിസോഴ്സസ് യൂസ് ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, വിത്തൗട്ട് കോംപ്രമൈസിങ്. വരുന്ന ജനറേഷൻസ്, വരുന്ന തലമുറയ്ക്ക് അവരുടെ റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്ന അതേ അധികാരത്തോടു കൂടി അവർക്കും യൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ നമ്മുടെ മാത്രം ഒരു സെൽഫിഷ് മോട്ടീവ് അല്ല ഇത്. നമ്മുടെ യൂസേജ് നടക്കുന്നതോടൊപ്പം തന്നെ അവരുടെ യൂസേജ് കൂടി നടക്കണം. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് പ്രിസർവ് ചെയ്യണം. ദാറ്റ് ഇസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതുകൊണ്ടാണ് വിൻഡ് എനർജി, സോളാർ എനർജി പോലുള്ള എനർജീസ് യൂസ് ചെയ്യുക. അപ്പൊ എന്താ, സോളാർ, സൺ ഒരിക്കലും നശിക്കുന്നില്ല, വിൻഡ് ഒരിക്കലും നശിക്കുന്നില്ല. ദോസ് ആർ റിപ്ലനൈസബിൾ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. അതൊക്കെ നമുക്ക് പിന്നെയും റിന്യൂ ചെയ്യാൻ പറ്റുന്ന എനർജീസ് ആണ്, വിൻഡ്, സണ്ണ് അല്ലെങ്കിൽ വാട്ടർ ഒക്കെ. പക്ഷെ നമ്മൾ അതേ പക്ഷം പെട്രോളിയം അല്ലെങ്കിൽ കോൾ അങ്ങനെയുള്ള റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് തീർന്നു പോകും. അത് തീർന്നു പോകുമ്പോൾ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റില്ല.
നമ്മൾ ഇപ്പോൾ ഉള്ള പെട്രോളിയം ഫുള്ള് നമ്മൾ യൂസ് ചെയ്തു, നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിച്ചു മരിച്ചു. വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ജനറേഷൻ? അവർ വരുമ്പോൾ പെട്രോളിയം ഇല്ല, ദേ ഹാവ് ടു ഫൈൻഡ് എൻ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ. അതിന് എളുപ്പമല്ലേ നമ്മൾ ആവശ്യത്തിന് യൂസ് ചെയ്യുക, അറ്റ് ദ സെയിം ടൈം നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള CNG പോലുള്ള വാഹനങ്ങൾ യൂസ് ചെയ്യുക, ഇലക്ട്രിക് വാഹനങ്ങൾ യൂസ് ചെയ്യുക, സോ ദാറ്റ് അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി നമ്മൾ കുറച്ച് പ്രിസർവ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു യൂസ് ഇറ്റ് ടു. നമ്മളും യൂസ് ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം നമ്മൾ അവർക്ക് വേണ്ടി പ്രിസർവ് ചെയ്യുക. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെന്റ്, കൈൻഡ് ഓഫ് ഫ്രണ്ട്ലി കോംപ്രമൈസിലൂടെ പോകുന്ന ഡെവലപ്മെന്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ടുഗെദർ, അവരെ എൻവയോൺമെന്റ്, പരിസ്ഥിതിയും അതുപോലെ ഡെവലപ്മെന്റും ഒരുമിച്ച് വരുമ്പോൾ നടക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, വിച്ച് ഈസ് എ വെരി എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ഡെവലപ്മെന്റ്. ഓക്കെ, ഇത് 2017 ജനുവരി 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഏത്, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സോ സസ്റ്റൈനബിൾ നമുക്ക് വി ആർ നോട്ട് റോബോട്ട്സ്. സോ നമുക്ക് എല്ലാ ഡെഫിനേഷൻസും ആസ് ഇറ്റ് ഈസ് ഒന്നും പഠിച്ചു വെക്കാൻ പറ്റില്ല. സോ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ആൻഡ് കീപ് ഇറ്റ് ഇൻ മൈൻഡ്, സോ ദാറ്റ് വെൻ ദേ ഗീവ് എ ഡെഫിനേഷൻ, നമ്മൾ പഠിച്ച ഡെഫിനേഷൻ തന്നെ ആയിരിക്കില്ല അവർ തരുന്നത്. സോ വെൻ ദേ ഗീവ് എ ഡെഫിനേഷൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ മീനിങ് ഈസ് ആൻഡ് വി ക്യാൻ ഗെറ്റ് ദ കറക്റ്റ്. Got it? Then, what is environmental assessment? June 2009 ചോദിച്ച question ആണ്, what is environmental assessment? So, before undertaking any development project, an environmental assessment is often conducted to evaluate the potential environmental impact. This helps identify the potential risk and allows for the implementation of mitigation measures. അല്ലെ, നമ്മൾ ഏതൊരു ഡെവലപ്മെന്റ് മെഷർ എടുക്കുന്നതിന് മുന്നേയും, ഏതൊരു ഡെവലപ്മെന്റ് പ്രൊജക്ട് തുടങ്ങുന്നതിന് മുന്നേയും നമ്മൾ ഒരു എൻവയോൺമെന്റ് അസസ്മെന്റ് നടക്കണം. നമ്മൾ സ്കൂൾസിലൊക്കെ അസസ്മെന്റ്സ് ഉണ്ടായിരുന്നു, അതുപോലെ നമ്മൾ എൻവയോൺമെന്റൽ അസസ്മെന്റ് നടത്തും. സോ അതുകൊണ്ട് നമുക്ക് ആ എൻവയോൺമെന്റിൽ നമ്മൾ ആ ഡെവലപ്മെന്റ് അവിടെ കൊണ്ടുവരുമ്പോൾ എൻവയോൺമെന്റിൽ വരാൻ പോകുന്ന ഇമ്പാക്ട് എന്തൊക്കെയാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ്, നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഹെൽപ്ഫുൾ ആണോ, അത് നമുക്ക് തന്നെ അത് പ്രശ്നമായിട്ട് തീരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അസസ്മെന്റിലൂടെ മനസ്സിലാക്കുമ്പോൾ വാട്ട് ഇറ്റ് ഹാപ്പൻസ്, നമുക്ക് അതിന്റെ പൊട്ടൻഷ്യൽ റിസ്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് തീരുമാനിക്കാം, ഷുഡ് ബി ഗോ with this project or should we stop it here or not. That is environmental assessment. Very easy topic and it was a question June 2009. Next one is conservation and preservation. Two terms are conservation, second one is preservation. So what is conservation? So I have written a note like this. Environmental development focuses on conserving and preserving natural resources and ecosystem. So what is conservation? It includes protecting the biodiversity, preserving the natural habitats, and ensuring the sustainable use of resources such as water, forest, and energy. This was a question in 24th June 2019, second shift. Okay, ഇത് 2019 ജൂണില് second ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷൻ എന്താണെന്നുള്ളത് രണ്ട് ടേംസ് ആണ്. സോ നമ്മൾ ചില കാര്യങ്ങൾ കൺസേർവ് ചെയ്ത് സൂക്ഷിക്കുക, അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ അത് ലൈക്ക് സസ്റ്റൈനബിൾ ലെവലിലൂടെ നമ്മളിത് പ്രിസർവ് ചെയ്ത് ലൈക്ക് മുന്നോട്ട് പ്രിസർവ് ചെയ്യുന്ന ലൈക്ക് വി ഹാവ് ടു കീപ് ഇറ്റ് ഫോർ മോർ ജനറേഷൻസ്. നമ്മളത് പ്രിസർവ് ചെയ്ത് വെക്കുക. ചില കാര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കണം, ചില കാര്യങ്ങൾ നമ്മളത് നിലനിർത്തി പോകാനും ശ്രദ്ധിക്കണം. പ്രിസർവും ചെയ്യണം. ഓക്കെ, now let's see what is Millennium Development Goals. ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്, or in short form we can say MDG. MDG, there are many, like 8 major MDGs, and what are the goals, what are the targets and such things. So Millennium Development Goals or MDGs were a set of 8 global development goals which was established by the United Nations in the year 2000. Okay, and this was a question. ഞാൻ ഈ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ വന്ന PYQ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ്, ഇതൊന്നും നിസ്സാര കാര്യങ്ങളല്ല, ദീസ് ആർ വെരി ഇമ്പോർട്ടന്റ് ഫോർ ദി എക്സാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ 20th June 2019 ഫസ്റ്റ് ഷിഫ്റ്റില് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്? 2000 ഇൻ ദ ഇയർ ഓഫ് 2000 യുണൈറ്റഡ് നേഷൻസ് UN ഒരു മേജർ ആയിട്ട് ഒരു സെറ്റ് ഓഫ് 8 ഗ്ലോബൽ ഡെവലപ്മെന്റ് ഗോൾസ്, അതായത് ഗ്ലോബൽ ലെവലില്, ഇറ്റ്സ് നോട്ട് അബൌട്ട് എ പെർട്ടിക്കുലർ കൺട്രി ഓർ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓർ സംതിങ്, ഗ്ലോബൽ ലെവലില് ഒരു 8 ഡെവലപ്മെന്റ് ഗോൾസ്. വാട്ട് ആർ ഗോൾസ്? സംതിങ് വിച്ച് വി ഹാവ് ടു അച്ചീവ് ഇൻ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അല്ലെ, ഇത്ര പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഇന്ന കാര്യം അച്ചീവ് ചെയ്യുമെന്ന് പറയുന്നതാണ് ആ ഗോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഗോൾ ഇപ്പോൾ UGC നെറ്റ് വിത്ത് JRF ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് അവർ ഗോൾ റൈറ്റ് നൗ. ദ സെയിം വേ
ഗ്ലോബൽ ലെവലിൽ ഒരു 8 ഡെവലപ്മെന്റ് ഗോൾസ് അവർ ക്രിയേറ്റ് ചെയ്തു. എവിടെ വെച്ചിട്ട് 2000 എവിടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലാണ് ദേ ആർ പ്ലാനിങ് ഔട്ട്. എവിടെ അവരാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, UN ആണ് 2000 in the year of 2000 this organization is setting 8 millennium development goals in a global level. That is the goal. എന്താണ് goal? So they designed to address the most pressing issues facing humanity and set specific targets to be achieved by 2015. അതായത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് നടക്കുന്ന ഇയർ 2000 ആണ്. ആരാണ് ഇത് തീരുമാനിക്കുന്നത്? UN, യുണൈറ്റഡ് നേഷൻസ് ആണ് തീരുമാനിക്കുന്നത്. ഫൈൻ. ആൻഡ് ഞാൻ പറഞ്ഞു ഇതൊരു ഗോളാന്ന് ഞാൻ പറഞ്ഞു, 8 ഗോളാന്ന് പറഞ്ഞു. അപ്പൊ ഗോൾ എന്ന് പറയുമ്പോൾ ഇന്ന പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ അത് അച്ചീവ് ചെയ്യണം. ഏതാണ് അവർ പറയുന്ന പീരീഡ് ഓഫ് ടൈം? 2015. അപ്പം 2000 തീരുമാനിക്കുന്നു 2015 ആകുമ്പോഴത്തേക്കും ഇന്ന 8 ഗോൾസ് നമ്മൾ നടത്തിയെടുക്കും. എവിടെയാ തീരുമാനിക്കുന്നത്? യുണൈറ്റഡ് നേഷൻസ്. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് UN-ലാണ് ഇവർ തീരുമാനിക്കുന്നത്. ആ ഓർഗനൈസേഷൻ they were designed to address the most pressing issues facing humanity. അതായത് ഗ്ലോബൽ ലെവല് ഏറ്റവും അർജന്റ് ആയിട്ട്, ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എന്താ പറയാ, ഒരു റിസൾട്ട് കാണണ്ട, അല്ലെങ്കിൽ ഒരു ഏറ്റവും എല്ലാവരെയും ഒരു വൈഡ് ആസ്പെക്റ്റില് ഗ്ലോബൽ ലെവൽ എല്ലാവരെയും ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യം എത്രയും പെട്ടെന്ന് നിർത്തണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനൊരു ഒരു സൊല്യൂഷൻ കാണണം എന്ന് ചിന്തിക്കുന്ന 8 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ടു ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. ഓക്കെ, എന്താ ഇറാഡിക്കേറ്റ് ചെയ്യുന്നത്? എക്സ്ട്രീം പോവർട്ടി, ദാരിദ്ര്യം, ഹങ്കർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബൈ 2015 അവർക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഗോൾ നമ്പർ 2 is to achieve universal primary education. പ്രൈമറി എഡ്യൂക്കേഷൻ ഒരു യൂണിവേഴ്സൽ ലെവലിൽ അച്ചീവ് ചെയ്യാൻ പറ്റണം. എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ. ഓക്കെ. Third one is to promote gender equality and empower women. Gender equality and to empower women. നാലാമത്തത് reduce child mortality. കുഞ്ഞുങ്ങളുടെ മരണം, ഉണ്ടാകുമ്പോഴുള്ള കുഞ്ഞുങ്ങളുടെ മരണം. Goal 5 is like improve the maternal health. Okay, അമ്മമാരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക. Goal number 6 is to combat HIV, AIDS, malaria and other diseases. Like major diseases ne ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ് ഗോൾ നമ്പർ 6. ഗോൾ നമ്പർ 7, the one which I have mentioned before, ensure environmental sustainability. Goal number 8 is to develop a global partnership for development. These are the 8 different Millennium Development Goals which was decided in a global level by United Nations in the year of 2000 to be achieved within the year 2015. Clear? യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ ലെവലില് 2015 ആകുമ്പോഴത്തേക്കും ഒരു എന്താ പറയാ, ഒരു ഡിക്രീസ്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഫുൾ ആയിട്ട് നിർത്തലാക്കാൻ പറ്റണ്ട, അല്ലെങ്കിൽ അതിനൊരു കുറവ് കണ്ടെത്തേണ്ട 8 മേജർ പ്രോബ്ലംസ് വിച്ച് ഇസ് ഫേസ്ഡ് ബൈ ഹ്യൂമാനിറ്റി. അപ്പം ഇതാണ് കീ പോയിന്റ്സ്. ആരാണ്? യുണൈറ്റഡ് നേഷൻസ്. ഏത് വർഷത്തിലാണ്? 2000. ഏത് വർഷം ആകുമ്പോഴത്തേക്കാണ്? 2015 ആകുമ്പോഴത്തേക്കും. എങ്ങനത്തെ കൈൻഡ് ഓഫ് ഇഷ്യൂസ് ആണ് അവരെടുത്തത്? ആ ഒരു തവണ ആ ഒരു ഗ്ലോബൽ ലെവലിൽ ഹ്യൂമാനിറ്റി ഫേസ് ചെയ്യുന്ന മേജർ 8 ഇഷ്യൂസ് ആണ് അവർ സെലക്ട് ചെയ്തത്. ഇനി ഇതിന് ഓരോ ടാർഗറ്റ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ എന്ന് ഞാൻ പറഞ്ഞു. എക്സ്ട്രീം ദാരിദ്ര്യം അല്ലെങ്കിൽ ഹങ്കർ ഇറാഡിക്കേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് പെർട്ടിക്കുലർ ടാർഗറ്റ്സ് ഉണ്ട്. അതായത് ഹാഫ് ദി പോർഷൻ ഓഫ് പീപ്പിൾ ലിവിംഗ് ഓൺ ലെസ് ദാൻ $1.25 a day. അതായത് $1.25 ഒരു ദിവസം യൂസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ പ്രൊപ്പോർഷൻ കുറയ്ക്കുക, ഹാഫായിട്ട് കുറയ്ക്കുക. അച്ചീവ് ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ് ആൻഡ് ഡീസന്റ് വർക്ക് ഓഫ് ഓൾ. എല്ലാവർക്കും ഡീസന്റ് ആയിട്ടുള്ള ജോലി, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് എല്ലാവർക്കും കിട്ടാൻ സാധിക്കണം. അതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന, ആക്ച്വലി ഹങ്കർ, ലൈക്ക് ഭക്ഷണം കിട്ടാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ, അപ്പൊ ഹങ്കർ അനുഭവിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രൊപ്പോർഷൻ ഹാഫായിട്ട് കുറയ്ക്കുക. ദിസ് ഇസ് ദ 3 ടാർഗറ്റ്സ് ഫോർ ദ ഫസ്റ്റ് ഗോൾ വിച്ച് ഇസ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. അങ്ങനെ ഡിഫറെന്റ് ഗോൾസ് ഉണ്ട് കേട്ടോ. അങ്ങനെ 8 ഡിഫറെന്റ് ഗോൾസ് ഉണ്ട്. സോ ദിസ് ഇസ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. ഇനി
In 2015, ഒരു കാര്യം കൂടെ പറയാം. In 2015, the MDGs were replaced by Sustainable Development Goals. Very important. അപ്പൊ ഞാൻ പറഞ്ഞു 2000-ലാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എന്നത്തേക്കുമാണ് ഇത് അച്ചീവ് ചെയ്യേണ്ടത്? 2015, 2015 ആകുമ്പോഴത്തേക്കുമാണ് ഇത് അച്ചീവ് ചെയ്യേണ്ടത്. അപ്പൊ 2015 ആയപ്പോഴത്തേക്കും അവരെന്ത് ചെയ്തു? ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് അവര് പേര് മാറ്റി, അവര് റീപ്ലേസ് ചെയ്തു. റീപ്ലേസ് ചെയ്തു വന്ന പേരെന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? 2000-ല് യുണൈറ്റഡ് നേഷൻസ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് കൊണ്ടുവന്നു. ബൈ ദി ഇയർ 2015 ആണ് അവർ അത് അച്ചീവ് ചെയ്യേണ്ടത്. അങ്ങനെ 2015 ആയപ്പോഴത്തേക്കും ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് റീപ്ലേസ് ചെയ്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയിട്ട് മാറ്റി. ഗോട്ട് ഇറ്റ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയി. ദിസ് വാസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, 2019-ൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Which was built upon the achievements and unfinished agenda of MDGs while expanding the scope to address broader social, economic and environmental challenges. അപ്പൊ നിങ്ങൾക്ക് തോന്നും, ഓക്കെ 2000-ൽ ഒരു തീരുമാനം എടുത്തു, 2015 ആകുമ്പോഴത്തേക്കും ഇന്ന കാര്യങ്ങൾ തീർക്കും. ആൻഡ് 2015 ആയപ്പോഴത്തേക്കും പേര് മാറ്റി ഇസ് നോട്ട് എ ട്രിക്ക് ഓർ സംതിങ്. ഇത് 2015 ആയപ്പോഴത്തേക്കും അച്ചീവ് ചെയ്ത കാര്യങ്ങളുണ്ട്. അതിനൊരു നല്ല രീതിയിൽ പുതിയ ഗോൾസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാകും, അത് ഫിനിഷ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് 2015 ആയപ്പോഴത്തേക്കും മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആകുന്നത്. ഫൈൻ. ആൻഡ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ എന്തൊക്കെയുണ്ട്? 17 ഗോൾസ് ഉണ്ട്, 169 ടാർഗറ്റ്സ് ഉണ്ട്, which is providing a comprehensive framework for global development efforts up to 2030. 2030 ആകുമ്പോഴത്തേക്കുമാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അവർ അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? വി ഹാവ് ആക്ച്വലി ലേൺഡ് വാട്ട് ഇസ്, നമ്മൾ കുറച്ച് ഡെഫിനേഷൻസ് പഠിച്ചു അല്ലെ, ടേംസ് പഠിച്ചു. വാട്ട് ഇസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പഠിച്ചു, എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഉള്ള കണക്ഷൻ പഠിച്ചു, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പഠിച്ചു, എൻവയോൺമെന്റൽ അസസ്മെന്റ് എന്താന്ന് നോക്കി, കൺസർവേഷൻ, പ്രിസർവേഷൻ, രണ്ട് ടേംസ് നോക്കിയല്ലേ. കൺസേർവ് ചെയ്യുക, അത് പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ രണ്ട് ടേംസ് നോക്കി. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്താന്ന് നോക്കി, അത് ഏത് വർഷമാണ് കൊണ്ടുവന്നത്, ഏത് വർഷം ആകുമ്പോഴത്തേക്കുമാണ് നടപ്പിലാക്കേണ്ടത്, അതിൽ ഏതൊക്കെ 8 ടാർഗറ്റ്സ് ഏതൊക്കെയാണ് നോക്കി. ആൻഡ് അതേഴ്സ്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയി, അതെങ്ങനെയായി എന്നുള്ള കാര്യങ്ങൾ നോക്കി. ദീസ് were the things which we learned today. So I hope it is clear and we will see for the next class. Thank you.